ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് വാട്ട് ഈസ് എ സർക്കിൾ ആൻഡ് സർക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ നമുക്കറിയാം. എന്തൊക്കെയാണ്? റേഡിയസ്, സെൻറ്റർ, ഡയമീറ്റർ, അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ സർക്കിൾ റിലേറ്റഡ് ഒരു പുതിയ ടേമാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ടാൻജന്റ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം സർക്കിളിന്റെ റേഡിയസ്. ഇവിടെ ഈ ഒരു പിങ്ക് കളറിൽ ലൈൻ കൊടുത്തേക്കുന്നതാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സെൻറ്ററിൽ നിന്ന് എങ്ങനെ സർക്കിളിൽ ഒരു പോയിന്റിലേക്ക് ഡ്രോ ചെയ്യുന്ന ലൈനെയാണ് റേഡിയസ് എന്ന് പറയുക. ഇനി പർപ്പിൾ കളറിൽ ആ റൊട്ടേറ്റ് ചെയ്തേക്കുന്ന ലൈൻ, ആ ഒരു ലൈനാണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്, സർക്കിളിന്റെ സർക്കംഫറൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ. ഇവിടെ 3 ടൈപ്പ് പിക്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. അവർ തമ്മിൽ എന്താണ്? ഈ ലൈനും ഈ സർക്കിളും തമ്മിൽ റിലേഷൻ ഇല്ല. സെക്കൻഡ് പിക്ചറിലോ ഈ സർക്കിളും ഈ ലൈനും തമ്മിൽ ഒരു പോയിന്റിൽ അവർ ടച്ച് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ആണെങ്കിലോ സർക്കിളും ഒരു ലൈന് സർക്കിളിന്റെ ഇന്റീരിയർ പോർഷനിൽ കൂടെ പാസ് ചെയ്തേക്കാണ്. അപ്പോൾ അത് സർക്കിളിനെ എയിലും ബിയിലും 2 പോയിന്റ്സിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ 3 ടൈപ്സ് പറഞ്ഞേക്കാണ്. ഇനി ഇതില് നമ്മൾ സെക്കൻഡ് ടൈപ്പ് കണ്ടില്ലേ? ആ സെക്കൻഡ് ടൈപ്പ് കണ്ടതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എ ടാൻജന്റ്. A tangent to a circle is a line that touches the circle at exactly one point. Just one പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന, സർക്കിളിന് ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനെയാണ് നമ്മൾ ടാൻജന്റ് പറയുക. For every point on the circle, there is a unique tangent passing through. എല്ലാ പോയിന്റിലും, ഇപ്പോൾ സർക്കിളിന്റെ ഏത് പോയിന്റ് നമ്മൾ എടുത്താലും അവിടെയൊക്കെ ഒരു യുണീക്ക് ടാൻജന്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ നമ്മൾ ലൈൻ വരച്ചു, അവിടെ ആ പോയിന്റ്, ഇവിടെ സർക്കിളും ലൈനും കൂടി ടച്ച് ചെയ്തേക്കുന്ന ഒരു പോയിന്റിലായിരിക്കും. അതുപോലെ നമുക്ക് സർക്കിളിന്റെ ഓരോ പോയിന്റിലും നമുക്ക് ടാൻജൻസ് ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാൻജൻസ് ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. Then, what is a secant? Secant to a circle is a line that has 2 points in common with the circle. ഒരു സർക്കിളിന്റെ 2 പോയിന്റ്സ് കോമൺ ആയിട്ട്, അതായത് ഒരു ലൈൻ പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ അവിടെ 2 പോയിന്റ്സിൽ വെച്ചിട്ട് സർക്കിളിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഒരു സീക്കന്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് കട്ട്സ് ദി സർക്കിൾ അറ്റ് 2 പോയിന്റ്സ് ഫോമിങ് എ കോഡ് ഓഫ് ദി സർക്കിൾ. ഹിയർ എ ബി ഇസ് ദി കോഡ്, അല്ലെ? എ ബി എന്ന് പറയുന്നത്, ഈ എ ബി ലെങ്ത് എന്താണ്? ദാറ്റ് ഈസ് എ കോഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ ഒരു പിക്ചർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മളൊരു തിയറത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇവിടെ ഈ ഒരു സർക്കിള്, ഈ ഒരു ടാൻജന്റ്, നമ്മൾ എക്സ് വൈ അല്ലെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് ആണ്. ഇതൊരു സർക്കിളാണ്. നമ്മൾ ഒ പി എന്താണ് ഇവിടുത്തെ? ഒ പി ഇസ് ദി റേഡിയസ്, അല്ലെ? ഒ പി റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒ പിയും എക്സ് വൈയും പെർപെൻഡിക്കുലർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒ പിയും എക്സ് വൈയും, ഒ പി പെർപെൻഡിക്കുലർ ടു എക്സ് വൈ. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ പറയാം ഒ പി എക്സ് വൈ പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ നമുക്കത് പ്രൂഫ് എങ്ങനെ പറയാം? നമ്മൾ ഈ എക്സ് വൈയിൽ വേറൊരു പോയിന്റ് എടുത്തേക്കാണ്, ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തേക്കാണ്. നമ്മൾ ഈ ക്യൂ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടാൻജന്റിലേക്ക് ഒ എന്ന് വരക്കുന്ന ഏറ്റവും ചെറിയ ലൈൻ ഏതായിരിക്കും? നമ്മൾ ഇങ്ങനെ ലൈൻ വരക്കാം, ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്യാം, ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്യാം. ക്യൂ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു, ഇവിടെ എസ് ഒരു പോയിന്റ് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്തു. അതൊക്കെ എന്തായിരിക്കും? ഈ ഒ പിനേക്കാളും വലിയ വലിയ ലൈൻസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഒ പി എന്ന് പറഞ്ഞാൽ അത് റേഡിയസ് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമ്മൾക്ക് റേഡിയസ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ട്, സർക്കിളിൽ എൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓ ക്യൂ എന്ന് പറഞ്ഞാൽ അത് ആ ടാൻജന്റിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോയിന്റ്സ്, നമ്മളിപ്പോ തിയറത്തിന് ഒരു പ്രൂഫ് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഒ ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒ പിനേക്കാളും വലിയതായിരിക്കും. നമുക്ക് ഈ ഫിഗറിൽ തന്നെ അറിയാം.
അതുപോലെ നമുക്ക് ഈ ടാൻജന്റിൽ വരയ്ക്കുന്ന ഓരോ പോയിന്റ്സും OP എന്ന് പറഞ്ഞ ലെങ്തിനേക്കാളും വലുതായിരിക്കും. സോ Oന്ന് ഡ്രോ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ് OP എന്ന് പറയുന്നത്. Oന്ന് ഡ്രോ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ് OP എന്ന് പറയുന്നത്. XY എന്ന് പറഞ്ഞ ടാൻജന്റിലേക്ക് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും, അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്ക് ഡ്രോ ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ലൈൻ ഡ്രോ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഡ്രോ ചെയ്തു. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്യാം, ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്യാം, ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്യാം. പക്ഷെ നോക്കിയേ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരക്കുന്ന ലൈൻ അതായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് വരക്കുന്ന ലൈൻ വരുന്നത്. അപ്പോൾ അതായിരിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് കേട്ടോ. ഷോർട്ടസ്റ്റ് ആയിട്ട് വരയ്ക്കുന്നതാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കും. നമ്മൾ ആ ഒരു തിയറം ആണ് നമ്മൾ പ്രൂഫ് പറയുന്നത്. എന്തിനാണ്? തിയറം 10.1. ഈ തിയറം 10 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, the tangent at any point of a circle is perpendicular to the radius through the point of contact. ഈ കാണുന്ന പിക്ചറിൽ ഈ കാണുന്ന XY എന്ന് പറഞ്ഞ ടാൻജന്റ് OP എന്ന് പറഞ്ഞ റേഡിയസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. എവിടെ വെച്ചിട്ട്? XYയും OPയും തമ്മിൽ ആ ടച്ച് ചെയ്യുന്ന പോയിന്റ്, ആ P ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വെച്ചിട്ട് ഇവര് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് തിയറം 10.1 പറയുന്നത് കേട്ടോ. ദെൻ നമ്പർ ഓഫ് ടാൻജൻസ് ഡ്രോൺ ഫ്രം എ ഗിവൺ പോയിന്റ്. നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാം, നമുക്ക് കുറെ സീക്വൻസ് വരച്ചേക്കുന്നത് കാണാം. നമുക്ക് ടാൻജന്റ് എന്ന് പറയുന്നത്, ഈ വരച്ചേക്കുന്നത് ഒന്നും ടാൻജൻസ് അല്ല അല്ലെ. ടാൻജന്റ് എന്ന് പറയുന്നത് എന്താണ്? എ ലൈൻ ദാറ്റ് ടച്ചസ് ഓൺലി അറ്റ് വൺ പോയിന്റ്. ഇപ്പൊ മിസ് വരച്ചേക്കുന്നതാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ടച്ച് ചെയ്ത് ഡ്രോ ചെയ്യുന്നു. ഇന്റീരിയറിൽ കൂടെ പോയിരിക്കുന്നതൊന്നും ടാൻജൻസ് അല്ല. ഇനി നോക്കിക്കേ, ടാൻജന്റ് പാസിംഗ് ത്രൂ എ പോയിന്റ് ലൈയിങ് ഓൺ ദി സർക്കിൾ. ദെൻ കുറച്ച് പ്രോബ്ലംസ് ആണ്. ദെൻ നോക്കിയേ, when the point lies outside of the circle, ഒരു പോയിന്റ് P, ഇവിടെ എന്താണ്? ഇവിടെ പോയിന്റ് P എന്ന് പറയുന്നത് സർക്കിളിന്റെ ഔട്ട്സൈഡ് ആണ്. there are accurately 2 tangents to circle through it. നമുക്ക് ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമുക്ക് എത്ര ടാൻജൻസ് സർക്കിളിലേക്ക് ഡ്രോ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം, ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം. നമുക്ക് മാക്സിമം 2 വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് ഇങ്ങനെ ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം, അങ്ങനെ 2 മാത്രമാണ് ഈ പോയിന്റിൽ നിന്ന്, ഈ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് മാക്സിമം നമുക്ക് 2 ടാൻജൻസ് ആണ് ആ സർക്കിളിലേക്ക് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടാൻജന്റ് ടു ആൻ സർക്കിൾ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. ഇനി തിയറം 10.2, അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ 2 ഇമ്പോർട്ടന്റ് തിയറംസ് ആണ് ഉള്ളത്. തിയറം 10.1ഉം തിയറം 10.2. തിയറം 10.2 പറയുന്നത് the length of tangents drawn from an external point to a circle are equal. ഇവിടെ നമ്മൾ കോൺഗ്രുവൻസി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രൂഫ് വേണമെങ്കിൽ കാണിക്കാം. കോൺഗ്രുവൻസി യൂസ് ചെയ്യാന്ന് പറഞ്ഞാല്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ OQ എന്ന് പറയുന്നതും OR എന്ന് പറയുന്നതും എന്താണ്? റേഡിയസ് ആണ് അല്ലെ. ഈ ഒരു രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ PQOയും ട്രയാങ്കിൾ PQOയും ട്രയാങ്കിൾ PROയും എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ PQ പോലെ PQ അതിന് ഈക്വൽ ആയിരിക്കും എന്ത്? ട്രയാങ്കിൾ PROയിലെ PR എന്നാണ് നമുക്ക് ഇവിടുത്തെ തിയറം പറയുന്നത്. ദി ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. കണ്ടോ? അതായത് ഈ PR-ഉം ഈ കൊടുത്തേക്കുന്ന PR-ഉം ഈ PQവും ഈക്വൽ ആയിരിക്കും. PR-ഉം PQ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരുന്ന ടാൻജൻസ് ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഇതിന്റെ പ്രൂഫ് പറയുന്നത് ഈ ഒരു 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ഫസ്റ്റ് ട്രയാങ്കിൾ PQ എന്ന് പറഞ്ഞ ട്രയാങ്കിളും PRO എന്ന് പറഞ്ഞ ട്രയാങ്കിളും എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിലെ നമുക്കറിയാവുന്ന ലെങ്ത് ആണ്
ഒ ക്യു ഈക്വൽ ടു നമുക്ക് OR എന്ന് എഴുതാം. ഒ ക്യു ഈക്വൽ ടു OR എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ദാറ്റ് 2 ആർ റേഡിയസ്. ദെൻ OP എന്ന് പറയുന്നത് എന്താണ്? OP ഈക്വൽ ടു OP ആണ്. കോമൺ സൈഡ് ആണ് അല്ലെ? OP എന്ന് പറയുന്നത് കോമൺ സൈഡ് ആണ്. ഇനി വരുന്ന ഒരു ആംഗിള് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു ആംഗിളും എന്താന്ന് നോക്കിയേ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ തിയറം 10.1 വരുന്ന ആംഗിൾ ആണത്. അതായത് OR എന്ന് പറഞ്ഞ റേഡിയസും PR എന്ന് പറഞ്ഞ ടാൻജന്റും തമ്മിൽ R എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഉണ്ടാക്കുന്ന ഇത് ഇവർ രണ്ടൊരു പെർപെൻഡിക്കുലർ ആണ്. ORഉം PRഉം പെർപെൻഡിക്കുലർ ആണ്. സോ ORP എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ORP 90 ഡിഗ്രി. അത് തന്നെയല്ലേ നോക്കി നമുക്ക് OQRഉം OQPയും OQP അതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ കോൺഗ്രുവൻസി ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കോൺഗ്രുവൻസി പഠിച്ചതാണ്. സോ നമുക്ക് പറയാം RHS കോൺഗ്രുവൻസി ബൈ RHS കോൺഗ്രുവൻസി triangle PRO congruent triangle PRO congruent to triangle PQO. ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം PQ ഈക്വൽ ടു therefore PQ ഈക്വൽ ടു PR എന്ന് പറയാം. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. PQ ഈക്വൽ ടു PR എന്ന് എഴുതാം. ഇത് ജസ്റ്റ് ഒരു പ്രൂഫ് മിസ് കാണിച്ചു തന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. എന്ത് അപ്ലൈ ചെയ്യാം? ബൈ തിയറം 10.2 the length of the tangent drawn from an external point to a circle are equal. ഈ തിയറം 10.1ഉം നമ്മൾ നേരത്തെ കണ്ട തിയറം 10.2ഉം നിങ്ങൾക്ക് തിയറംസ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ.